നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിക്കാനിടയായ സംഭവം ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ, വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട്, വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത്. തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ആ വാക്ക് ഒന്നും കൂടി വൃത്തികെട്ട ആരോപണമാണ് ഈ വനം മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ പാലക്കാട് നീലപ്പെട്ടിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ പന്നിക്കണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇത്രയും ഹീനമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എന്തടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിൻ്റെ മരണം, ആ കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ, എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോട് അതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം. അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. ഒന്ന്, അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനം വകുപ്പ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തുടനീളം വന്യജീവി ആക്രമണം വരികയാണ്. മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഒരു കാര്യവും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ കിടങ്ങുകൾ കുഴിക്കും, ഫെൻസിങ് ഉണ്ടാക്കും, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും, മതിൽ പണിയും. ഇതിനൊന്നിനും പണം അനുവദിച്ചിട്ടത് ചിലവാക്കുക പോലും ചെയ്തിട്ടില്ല. 3-4 വർഷമായി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ വല്ലാതെ, ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയേ, അവിടെ എല്ലാം ജനങ്ങൾ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു, തൊട്ടപ്പുറത്താണ് കരുവാരക്കുണ്ട്. അവിടെ കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ജനങ്ങൾ മലയോരത്തെ എല്ലാ സ്ഥലത്തും ഭീതിയിലാണ്. അവിടെയാണ് ആളുകൾ ഈ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു. പ്രതിപക്ഷം 22-ാം തീയതി അതിശക്തിയായി അതിനെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നതിനെതിരായി സർക്കാർ രാജ്ഭവനിൽ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണം, അറിയിക്കണം, പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അനങ്ങിയില്ല, മിണ്ടിക്കൊടുത്തില്ല. ഇപ്പൊ രണ്ടാമത്, വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് വെറും വൃത്തികെട്ട ആരോപണമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.